നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഷോക്ക് അബ്സോർബറിന്റെ ലാസ്റ്റ് പാർട്ടായ സ്പ്രിങ് ലോക്ക് ചെയ്ത് നിർത്താനുള്ള ലോക്ക് നട്ടാണ്. ഇതോടുകൂടി നമ്മുടെ ഷോക്ക് അബ്സോർബറിന്റെ എല്ലാ പാർട്ടും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് അസംബ്ലിംഗ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. നേരെ നമുക്ക് വീഡിയോയിൽ കിടക്കാം. എന്ന് നമുക്ക് ഫയല് ന്യൂ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ്. ഓക്കെ, 2D സ്കെച്ച് ക്രിയേറ്റ് ചെയ്യാം. എക്സാക്ട് പ്ലെയിൻ എടുത്തിട്ടുണ്ട്. സർക്കിള് ഇന്നർ ഡയമീറ്റർ 24 mm, ഔട്ടർ ഡയമീറ്റർ 52 mm. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് അപ് ടു 9 mm സിമെട്രിക് ആയിട്ട്. ഓക്കെ, ഈ ഫേസ് സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. അഗൈൻ ഒരു സർക്കിൾ ഇന്നർ ഡയമീറ്ററിനെയും കാട്ടി കുറച്ച് കൂടുതൽ 29 mm. നമുക്ക് ഇന്നർ ഡയമീറ്റർ നമുക്ക് പ്രൊജക്ട് ജിയോമെട്രി ആക്കാം. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. എക്സ്ട്രൂഡ് ഇൻ സർക്കിൾ ഓൺലി 1 mm. ഓക്കെ, അഗൈൻ ഈ ഫേസിനെ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. നമുക്ക് ആദ്യം ഒരു സെൻറ്റർ ലൈൻ ക്രിയേറ്റ് ചെയ്യാം. സെൻറ്റർ ലൈൻ അപ് ടു ഹിയർ. ഓക്കെ, അഗൈൻ ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം. 52 mm. ഓക്കെ, നമുക്ക് ഈ സെൻറ്റർ ലൈനിൽ അഗൈൻ ഒരു ചെറിയ സർക്കിൾ 2 mm. ഇന്ന് നമുക്കൊരു ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ജോയിൻ്റ് അടിക്കാം. ഇവിടെ നിന്ന് പാരാമീറ്റർ സെറ്റ് ചെയ്യാം. സർക്കിൾ ക്ലിക്ക് ചെയ്യാം. ടാൻജന്റ് പാരാമീറ്റർ രണ്ടിലും നമുക്ക് സർക്കിളിന്റെ സെന്ററിന് ഇതിന്റെ സെന്റർ വരെ 20 mm. ഓക്കെ, ഇത് രണ്ടിന്റെ ആംഗിള് 60 ഡിഗ്രി. ഇനി നമുക്ക് ട്രിം എൻറ്റിറ്റി എടുത്തിട്ട് ഈ ഇന്നർ സർക്കിളിന്റെ ട്രിം ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഫുള്ളി കൺസ്ട്രെയിൻ ഡ്രോയിങ് ആക്കാം. ഡൺ. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ചിൽ എക്സ്ട്രൂഡ് കട്ട് കൊടുക്കാം. ഓൾ ഡിസ്റ്റൻസ് മാറ്റിയിട്ട് ആളാക്കാം. ഓക്കെ, നമുക്ക് ഈ കട്ടിങ്ങിനെ ത്രെഡ് പോലെയുള്ള കട്ടിങ്ങിനെ നമുക്ക് പാറ്റേൺ ആക്കാം. ഓക്കെ, ആദ്യം ഫീച്ചേഴ്സിൽ ഈ കട്ട് സെലക്ട് ചെയ്യാം. ആംഗിളിൽ ഒറിജിൻ സെലക്ട് ചെയ്യാം. നമുക്ക് 6 നമ്പർ മാറ്റിയിട്ട് 12 നമ്പർ ആക്കാം. ഓക്കെ, 360 ഡിഗ്രി ഇപ്പോൾ കട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. XY പ്ലെയിൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ക്രിയേറ്റ് സ്കെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു കർവ് ആയിട്ടുള്ള കട്ടിങ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, സ്ട്രൈറ്റ് ലൈനിൽ ഒരു ലൈൻ വരട്ട് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റാം. ജോയിൻ അടിക്കാം. നമുക്കിത് ഡ്രോയിങ് ആണെങ്കിൽ ഹാഫ് സെക്ഷൻ വ്യൂ എടുക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ലൈനിന്ന് ഈ ലൈനിലേക്ക് 15 ഡിഗ്രി. ഓക്കെ, ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലൈനിൻ്റെ ലെങ്ത് 40. ഫിനിഷ് സ്കെച്ച് കൊടുത്തിട്ട് റിവോൾവ്. ഇപ്പോൾ ഓൾറെഡി സ്കെച്ച് സെലക്ട് ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിൽ സെൻറ്റർ ലൈന് നമുക്ക് ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ച് കൊടുത്തിട്ട് റിവോൾവ്. ഇപ്പോൾ ഓൾറെഡി ഡ്രോയിങ് സെലക്ട് ആയിട്ടുണ്ട്. ആക്സിസ് നമുക്ക് Y ആക്സിസ് തിരഞ്ഞെടുക്കാം. Y ആക്സിസിൽ കട്ട്. ഇപ്പോൾ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഫേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഒന്ന് മാറ്റി കൊടുക്കാം. മെറ്റീരിയലിൽ അലുമിനിയം, അതിൽ നമുക്ക് അലുമിനിയം പോളിഷ് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തു.
ടോട്ടൽ ബോഡി കളർ ചേഞ്ച് ചെയ്യാം. ഈ കളർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫിനിഷ്. ഇനി നമുക്ക് ത്രെഡ് ക്രിയേറ്റ് ചെയ്യണം. ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ സെലക്ട് ചെയ്യാം. XY പ്ലെയിൻ, ക്രിയേറ്റ് സ്കെച്ച്. നമുക്ക് ഓക്കെ. എന്നിട്ട് നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യാം. 2 mm. ഇവിടെ നിന്നൊരു സെൻറ്റർ ലൈനും ക്രിയേറ്റ് ചെയ്യാം. ഈ ലൈനിനെ നമുക്ക് ഹൊറിസോണ്ടൽ ആക്കണം. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടുണ്ട്. നമുക്ക് ഇത് രണ്ടിൻ്റെ ആംഗിള് എന്നിട്ട് 60 ഡിഗ്രി. ഈ ലൈനിൽ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് 1 mm. നമുക്ക് ഫുള്ളി കൺസ്ട്രെയിൻ ആയിട്ടുള്ള ഡ്രോയിങ് ആക്കണം. അപ്ലൈ, ഡൺ. ഫിനിഷ് സ്കെച്ച് കൊടുക്കാം. ഫിനിഷ് സ്കെച്ചിൽ നമുക്ക് കോയിൽ ത്രെഡ് ആണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓൾറെഡി സ്കെച്ച് സെലക്ട് ആയിട്ടുണ്ട്. ആക്സിസ് തിരഞ്ഞെടുക്കാം. Y ആക്സിസ്. റിവോൾവ് ആൻഡ് പിച്ച് ആൻഡ് ഹൈറ്റ് കൊടുക്കാം. പിച്ച് വന്നിട്ട് 3 mm. ഹൈറ്റ് വന്നിട്ട് 12 വേണ്ട, 13. ഓക്കെ, കഴിഞ്ഞിട്ടുണ്ട്. കോയിൽ നമുക്ക് കട്ടാണ് വേണ്ടത്. കട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ത്രെഡ് ആയിട്ടുള്ള ഒരു നെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്. ഇത് നമുക്ക് ഇനി ചെയ്യാനുള്ളതാകെ ഫില്ലേറ്റ് ചെയ്യാം. ഫില്ലേറ്റിൽ 0.75 എഡ്ജ്. ഓക്കെ, ബോത്ത്. അപ്ലൈ, ക്യാൻസൽ. താങ്ക് യു ഗൈസ്.